ഹായ് ഗുഡ് മോർണിംഗ്. ടാരറ്റ് കാർഡ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് നിങ്ങളുടെ നമുക്ക് നോക്കാം. കാർഡ് സെലക്ട് ചെയ്യാം. എൻ്റെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് നൽകാൻ പറ്റും എനിക്ക്. അപ്പോൾ നമുക്കൊന്ന് കാർഡ് സെലക്ട് ചെയ്യാം. ഇത്രയും കാർഡ്സ് എടുത്തേക്കുന്നത് ബോട്ടം വന്നേക്കുന്നത് 9 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരൊക്കെ നിങ്ങളോട് കുറച്ച് കോമ്പറ്റീഷൻ, നിങ്ങൾ ഓഫീസിലായാലും വീട്ടിലായാലും നിങ്ങളോട് കുറച്ച് എതിർക്കാനും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നെല്ലാം നിങ്ങൾ എല്ലാം അവരെയൊക്കെ നിങ്ങളുടെ കഴിവുകൊണ്ട് നിങ്ങൾ അവരെയൊക്കെ എല്ലാം അവരിൽ നിന്നെല്ലാം വിജയിച്ച് നിങ്ങൾ വന്നിരിക്കുന്നു അതാണ് ബോട്ടം വന്നിരിക്കുന്നത്. നിങ്ങളെ എതിർക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം നിങ്ങൾ തട്ടിമാറ്റി നിങ്ങൾ വിജയത്തിലെത്തി നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ബാക്കി കാർഡ്സ് നോക്കാം. 7 ഓഫ് പെന്റക്കിൾസ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വിചാരിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ പൈസ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ വരുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് രീതിയിൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ വരുന്നില്ല. പിന്നെ നൈറ്റ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ പുതിയ രീതിയിൽ ഇത് ഹാങ്ക്ഡ്മാനും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു വെർഷനിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇനി മുമ്പോട്ട് പോകാമെന്നുള്ളത്. അത് ഹാങ്ക്ഡ്മാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വേറൊരു വെർഷനിൽ നോക്കി കാണുന്നു നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണ്. അപ്പോൾ നൈറ്റ് ഓഫ് വൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ തുടക്കമുണ്ട്. കാരണം നിങ്ങൾ ഈ പൈസയുടെ ഒരു കാര്യത്തിൽ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ വരുന്നില്ല എന്നുള്ള വിഷമത്തിലിരിക്കുന്നെങ്കിൽ നിങ്ങൾ വേറൊരു വെർഷനിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ പുതിയൊരു തുടക്കം ഇന്നുണ്ട്. അതിൽ നിങ്ങൾ 3 ഓഫ് പെന്റക്കിൾസ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുന്നു നിങ്ങൾ എങ്ങനെയാണത് ആ ഒരു കാര്യം ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ നിങ്ങളത് പഠിച്ച് മുമ്പോട്ട് പോകുന്നു. പിന്നെ 8 ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിന്ന് ഈ നൈറ്റ് ഓഫ് വൺസും 8 ഓഫ് വൺസും വന്നിട്ടുണ്ട്. വിദേശത്തു നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല മെസ്സേജോ ഫോൺ കോളോ ഇല്ല വിസ കിട്ടുമോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ലൊരു പോസിറ്റീവായിട്ട് നല്ലൊരു കാര്യം നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു യാത്ര വിദേശത്തൊക്കെ പോകാനുള്ളവർക്ക് അതെല്ലാം ശരിയാവുന്നുണ്ട്. അതാണ് കാണിക്കുന്നത്. പിന്നെ 10 ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കിന്ന് പൈസപരമായി നിങ്ങൾ ആ ഒരു വിഷമിച്ചിരുന്ന അതൊക്കെ മാറി നിങ്ങൾക്കിന്ന് പൈസയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ ഈ പൈസ അബണ്ടൻസ് വരും ഇന്ന്. പൈസയുടെ കാര്യത്തിൽ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും. പിന്നെ നിങ്ങളുടെ പൂർവികരുടെ വല്ല സ്വത്തിൻ്റെ എന്തെങ്കിലും കൺഫ്യൂഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ടെന്ന്. എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് ആ പൂർവികരുടെ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങളിലേക്ക് എല്ലാം ഇന്ന് വരുന്നുണ്ട്. പിന്നെ കിങ് ഓഫ് കപ്സ് ആണ്. നല്ല സ്നേഹത്തിൽ സമാധാനത്തിൽ എല്ലാം നേടി നല്ല ശാന്തമായിട്ട് നിങ്ങളിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് വിചാരിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് നേടാൻ പറ്റിയ ആ ഒരു എനർജിയിൽ നല്ല സന്തോഷത്തിൽ ശാന്തതയിൽ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് സ്നേഹത്തോടെ. പിന്നെ ക്വീൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും നാളും മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ട് അവരെ എങ്ങനെ എതിർക്കുന്നതെന്ന് വെച്ച് വിഷമിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ അനുസരിച്ചല്ല. നിങ്ങൾക്കറിയാം ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന്. മറ്റുള്ളവരൊക്കെ അനുസരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ രീതിയിൽ നിങ്ങളിന്ന് പോവും. ആക്ഷൻ എടുത്ത് കിങ് ഓഫ് വൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ ആക്ഷൻ എടുത്ത് നിങ്ങളിന്ന് മുമ്പോട്ട് പോകുന്നു. ലാസ്റ്റ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നല്ല സന്തോഷത്തിൽ ഫാമിലിയായിട്ടും എല്ലാവരും നല്ല സന്തോഷത്തിൽ നിറഞ്ഞ് നിങ്ങളിൽ നിൽക്കും. സന്തോഷം കൊണ്ട് നിറഞ്ഞ് നിൽക്കും. അപ്പം ഈ ക്വീൻ ഓഫ് വൺസും കിങ് ഓഫ് വൺസും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ ഒരു കൺഫ്യൂഷൻ ഉള്ളായിരുന്നു, അതെല്ലാം മാറ്റി നിങ്ങളിൽ ആ ഒരു ഏത് രീതിയിലാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ നിങ്ങൾ ആക്ഷൻ എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്നു. മറ്റുള്ളവരെയൊന്നും അനുസരിക്കാതെ മറ്റുള്ളവരൊക്കെ പറയുന്നത് അതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ സോൾ എന്താണെന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക്
പൂർണ്ണമായും വിജയിക്കാൻ സാധിക്കുന്നുണ്ട്. 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. സന്തോഷം തരുന്ന നിമിഷങ്ങളായിരിക്കും ഇന്ന്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എനർജി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പറുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇത് നെഗറ്റീവ് കാർഡ്സ് ഒന്നുമില്ല, എല്ലാം നല്ല കാർഡ്സാണ്. നിങ്ങൾക്കൊരു വിഷമത്തിൽ നിൽക്കുന്നതിൽ നിങ്ങൾ മാറി പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ വരും. വിഷമം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈസ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളുടെ കയ്യിലേക്ക് പൈസ വരുന്നില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ല വേറെ ഒന്നും നെഗറ്റീവ് കാർഡ്സ് ഒന്നുമില്ല, എല്ലാം പോസിറ്റീവ് കാർഡ്സാണ്. പിന്നെ കുടുംബപരമായിട്ട് എന്തെങ്കിലും സ്വത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, നിങ്ങൾക്കിന്ന് ലഭിക്കും. പിന്നെ ഇത് ക്യൂൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. മറ്റുള്ളവർ പറയുന്ന കേൾക്കാതെ എപ്പോഴും നമുക്ക് ശരിയെന്ന് തോന്നുന്ന പോലെ പോവാം. നിങ്ങൾ ഇന്ന് ആ എനർജിയിലായിരിക്കും. നിങ്ങൾ ആരെയും അനുസരിക്കാതെ എന്നല്ല, നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകും. മറ്റുള്ളവരുടെ ഒന്നും കേൾക്കാൻ നിൽക്കത്തില്ല. കാരണം നിങ്ങൾക്ക് തന്നെ തോന്നി ഇത്രയും നാളും അവരൊക്കെ പറഞ്ഞു കേട്ട് പോയിട്ടൊന്നും പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇന്ന് സ്വയം ഒരു തോന്നൽ വരും, ഇങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്താലേ മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളെല്ലാം മുമ്പോട്ട് പോകും. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ആക്ഷൻ എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകും. അപ്പം ലാസ്റ്റ് 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും, സ്നേഹമായിരിക്കും, നല്ല എന്താ ഫാമിലിയായിട്ടൊക്കെ ഭയങ്കര സന്തോഷത്തിൽ നിന്ന് പോകും. നിങ്ങൾ ഒരു വിഷമവും ഇല്ല. അപ്പോൾ ഇതാണ് എനർജി നിങ്ങളുടെയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.